ഒരുപാട് നാളുകൾക്ക് ശേഷം എല്ലാം ഒത്തുചേർന്ന ഘടകങ്ങൾ. നമ്മൾ ദിലീപേട്ടൻ നിന്ന് കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർ തമാശയാണ്. ആ കോമഡിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് നല്ലൊരു പ്രേമകഥ, അതായത് ലവ് സ്റ്റോറി നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ പടം ചെയ്തില്ലെന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പടമാണ്. നമ്മൾ അതിനകത്തൊരു ഭാഗമാണ്. അതുകൊണ്ട് മാത്രം പറയുന്നതല്ല, ഒരു കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനറാണ്. ധൈര്യമായിട്ട് പോയിരുന്ന് കാണാം. കുടുംബമായിട്ട് കുട്ടികളൊത്ത് പോയി കാണാൻ പറ്റുന്ന പടമാണ്. ചിരിക്കാം, കരയാം, നമുക്ക് പറ്റുന്ന എല്ലാ സാധനങ്ങളും. നല്ല പടം, തിയേറ്ററിൽ വന്ന് തന്നെ കാണാം. പറയാനുണ്ട്, സൂപ്പറല്ല, നന്നായിരുന്നു. നല്ല മൂവിയാണ്. ഇത് ഉറങ്ങാതെ ആദ്യത്തെ ഹാഫ് മൊത്തം എടുക്കുന്നുണ്ട്. ദിലീപേട്ടൻ എങ്ങനെയുണ്ട്? കോമഡി സീൻസൊക്കെ ഓർമ്മ. സിനിമ നല്ല ഒരുപാട് പ്രതീക്ഷകൾക്ക് അപ്പുറമായി പോയി. കാരണം അതുപോലെയാണ് വർക്കൗട്ട് ചെയ്തത്. വിനീതേട്ടൻ്റെ അഭിനയം മാത്രമല്ല, സംവിധാനത്തിലും നമ്പർ 1 ആണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. മലയാള സിനിമയ്ക്ക് കുറച്ച് പുതുമുഖ നായകന്മാരെ കിട്ടിയിരിക്കുകയാണ്. എന്തായാലും ഇതിൽ വന്നിരിക്കുന്ന ക്ലൈമാക്സൊക്കെ ഞാൻ പറയണ്ട, കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് കാണാനുള്ളതാണ്. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത കുറേ ട്വിസ്റ്റ് സിനിമയിലുണ്ട്. പിന്നെ ഒരു നായകൻ ദിലീപിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അതിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും സങ്കടപ്പെടുത്തും. അതുപോലെ തന്നെ സ്റ്റണ്ടാണെങ്കിലും പാട്ടാണെങ്കിലും കോമഡി ആണെങ്കിൽ നല്ല വർക്കൗട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ സീനും നല്ല രീതിയിലാണ് വർക്കൗട്ട് ചെയ്തത്. സെൻറ്റിമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും കരഞ്ഞു പോകുന്ന സെൻറ്റിമെൻറ്റ്സാണ്. എന്നാലും നല്ലൊരു സിനിമയാണ്. എന്തായാലും സിനിമ വിജയിച്ചു. നെഗറ്റീവ് അടിക്കുന്ന എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ, ഇനി നെഗറ്റീവ് അടിച്ചിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഈ സിനിമ സൂപ്പർ ഹിറ്റായി. ഈ വരുന്ന എല്ലാവരും നല്ല അഭിപ്രായമാണ്. എല്ലാവരും ആശംസിച്ചു.